എടോ അമ്മ വേഷം ചെയ്യാൻ വേണ്ടി വന്നത് ഒരു ക്യാമിയോ റോളാണ്. അതാരാ ക്യാമിയോ റോള്? താൻ അങ്ങോട്ട് നോക്കിട്ട് പറ, ആരായിരിക്കും ക്യാമിയോ റോള്? ഈ കൂട്ടത്തിലുള്ള ആൾക്കാരാണോ ക്യാമിയോ റോള്? താനൊന്ന് ഗസ് ചെയ്യ്. പുലർച്ചെ വന്നോണ്ടേ പല്ല് വെച്ചിട്ടില്ല, ചെറിയ വീടിയുടെ നാറ്റമുണ്ട്. എന്ത് ഗസ് ചെയ്യാൻ പറഞ്ഞു. ഗസ് ചെയ്യാനാ പറഞ്ഞത്. ഒരു പിടുത്തം കിട്ടില്ല കേട്ടോ. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ ഇനി അധികം പിടുത്തം കിട്ടണ്ട. ഇതായിരിക്കണ എലീന പഠിക്കലാണ് നമ്മുടെ അമ്മ വേഷം ചെയ്യാൻ വേണ്ടി വരുന്നത്. എലീന പഠിക്കാൻ അമ്മ വേഷോ? ഈ എലീനെ ശ്രീവിദ്യ അനിയത്തിയാക്കണം, എന്നിട്ട് ശ്വേത ചേച്ചി അമ്മ വേഷമായിട്ട് കൊണ്ടുവരണം. എടാ ശരിക്കും ഞാൻ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ ഈ അനിയത്തി വേഷം ചെയ്യണ കാര്യം പറയാൻ വേണ്ടി ഞാൻ എലീനയുടെ വീട്ടിൽ പോയി. പഠിക്കൽ അമ്മ ഇരിക്കണ്. എലീനയുടെ അമ്മ അങ്ങനെയാണ് ഞാനും വിചാരിച്ച അടുത്ത് നോക്കിയപ്പോ മനസ്സിലായി എലീന പഠിക്കലാണ്ട് മേക്കപ്പ് ഇല്ലാണ്ട് എലീന പണിക്കറിനെ കണ്ടിട്ടുണ്ടായി. എന്റെ അമ്മോ, എനിക്കൊരു സത്യം മനസ്സിലായി. മലയാള സിനിമയിൽ ഇനി അമ്മ വേഷം ചെയ്യാനായിട്ട് ഒരു ദാരിദ്ര്യം ഉണ്ടാവൂല. കളർ ചെയ്തിട്ട് വന്നിരിക്കണേണ്, അതൊന്ന് കളർ അയച്ചിട്ടൊന്ന് കാണണം. ഫുള്ള് നരയാണ്. അമ്മമ്മ വേഷം വരെ ചെയ്യിപ്പിക്കുന്നു. ഈ കുട്ടികളല്ലേ ഈ പടത്തിന് നായകൻ. നമുക്ക് കുട്ടികളുടെ കട്ട് ചെയ്യാം. അതെന്താ? ഞാൻ ഈ അടുത്ത് കുട്ടിയുടെ ശുക്രൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടായിരുന്നു. ഞാനും കണ്ടുള്ള മുഴുനീള വേഷം. പിന്നെ ത്രൂ ഔട്ട് വേഷമല്ലേ? അതാ ഞാൻ പറഞ്ഞു, ത്രൂ ഔട്ട് വേഷം. അല്ലല്ല, ഈ ത്രൂ ഔട്ട് വേഷം നല്ല അടിപൊളിയായിട്ട് ചെയ്ത ചെക്കൻ എന്തിനാണ് മാറ്റണത്? അല്ല, ഈ ശുക്രനിൽ മുഴുനീള വേഷം ഒന്നല്ലോ. ഈ സിനിമയുടെ ഷൂട്ടിംഗ് കണ്ട് പുള്ളി പോണ സമയത്ത് ഈ സിനിമയുടെ ഡയറക്ടർ പോയി പറയാണ്, സാറേ ഈ സിനിമയിൽ ഇനി വേറെ എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ ഇതുപോലെ ആക്രമണം അഭിനയ കൊതി എന്ന് പറഞ്ഞു. ഇതുപോലെ അഭിനയ കൊതി. ഈ അഖിൽ കലവറ ഇതിനകത്തുണ്ടോ? പുള്ളി ഇതിനകത്തുണ്ടോ? കഴിഞ്ഞ ദിവസവും ഞാൻ സിനിമ കണ്ടായിരുന്നു കേട്ടോ. 250 രൂപ മുടക്കിയിട്ട് 2.5 മണിക്കൂറാണ് ഞാൻ ഈ സിനിമ കണ്ടത്. എന്നാ പിന്നെ ആ സിനിമയെ പറ്റി ഒരു 2 വാക്കിലെ റിവ്യൂ പറയാവോ? 250 രൂപ പിഴയും 2.5 മണിക്കൂർ കഠിന തടവും. എന്താണ് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്? ആട് സൂപ്പർ ഹിറ്റ് ആർന്നേ. അതിന് ആടില് പുള്ളിയില്ലല്ലോ, അതുകൊണ്ടാ സൂപ്പർ ഹിറ്റ് ആയത്. തനിക്ക് സിനിമ എന്താണെന്നറിയാവോ? സിനിമയുടെ കഥ എന്താണെന്നറിയാവോ? തനിക്ക് കഥ ഉണ്ടാക്കാൻ അറിയാവോ? കഥ ഉണ്ടാക്കാൻ അറിയാവോന്ന് എന്റെ അടുത്ത്. ഞാൻ കഥ ഉണ്ടാക്കുന്ന കാര്യത്തില് കാലനാ. എന്റെ നാട്ടുകാരനെ വിളിക്കുന്ന അറിയാമോ? തന്തയില്ലാത്തൊന്ന് വിളിച്ചു. അത് വേറൊന്നുമല്ല, ഞാൻ എന്റെ അച്ഛനും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെ കുറിച്ച് ഒരു കഥ ഉണ്ടാക്കി. അന്ന് നാട് വിട്ടു പോയതായിട്ട് അച്ഛൻ. ഞാൻ അങ്ങനത്തെ കഥയല്ല ഉദ്ദേശിച്ചത്. സിനിമ എന്ന് പറഞ്ഞൊരു വികാരാണ്, വികാരം. ചില സിനിമകൾ കാണുമ്പോഴാണ് എനിക്കിത് വരാറുള്ളത്. എന്നെ നാട്ടിൽ വിളിക്കുന്ന അറിയാമോ? മുച്ചൂട് ഞരമ്പാന്ന്. ഒരു രഹസ്യം പറഞ്ഞോട്ടെ, നൂൽബന്ധമില്ലാതെ കണ്ടിട്ടുണ്ടോ? എന്റെ അപ്പൊ കണ്ടിട്ടില്ല. അപ്പൊ കാണാത്തോണ്ട് ഞാൻ തനിക്ക് കാണിച്ചു തരാം. കാണണ്ടെന്ന് പറഞ്ഞ ചെവിയല്ല, കണ്ടാ പൊത്തരുത്. ഇടം കണ്ടിട്ട് നോക്കണ്ട. അപ്പൊ കാണാൻ താല്പര്യമുണ്ടല്ലേ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം മോളെ. അതെ, നൂൽബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമാണ്. മേഡം എന്താ വിചാരിച്ചു? ഹോട്ട് ഫിലിം എന്ന് പറഞ്ഞിരിക്കണ. ശരിക്കും ഡയലോഗ് പറഞ്ഞ അഭിനയിക്കും. മേഡം ഒരു ഡയലോഗ് തന്നു നോക്കിയേക്കെ. ഞാൻ മണി പോലെ ഡയലോഗ് പറയും. ഡെലിവറി എങ്ങനെയാ? 10 മാസം കഴിഞ്ഞല്ലേ അത്. ഡെലിവറി നടക്കണ ആരെയും ഡയലോഗ് പറയാം. സിനിമയെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. സിനിമ എന്ന് പറഞ്ഞ ഒരുപാട് പേരുടെ കണ്ണീര് കഷ്ടപ്പാടുവാ. എന്തിന്? സ്വന്തം പ്രസവം വരെ സിനിമക്ക് വേണ്ടി മാറ്റിവെച്ച ആളാ ഞങ്ങളുടെ ശ്വേത ചേച്ചി. അതൊക്കെയാണ് ഡെഡിക്കേഷൻ. ആണോ? അങ്ങനെയാണെങ്കിലേ അടുത്ത ആഴ്ച ഞാൻ ആശുപത്രി പോകണമെന്ന് വന്നേക്കണേ. എന്തിന്? എനിക്ക് വയറിനൊരു ഓപ്പറേഷൻ ഉണ്ട്. 2 കൊക്കപ്പൊടികളും കിട്ടാണ്ടിരിക്കാനാ. സിനിമയിൽ എടുത്തത് മേഡം അങ്ങനെ പുച്ഛിക്കരുത്. ഞാനൊരു സിനിമയുടെ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ എത്രയോ ആൾക്കാരാണ് എന്റെ പുറകെ നടക്കണം അറിയാമോ? ഒന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ഭക്ഷണം തരാറുള്ളൂ. കണ്ടവന്റെ എച്ചിൽ നിന്നാൻ വേണ്ടി അഭിനയിക്കാൻ പോണെന്ന് പറയരുത് കേട്ടോ. അല്ല മേഡം, എനിക്ക് മേഡത്തിന്റെ പറഞ്ഞാൽ അഭിനയിക്ക് ഒരു അവസരം തരൂ. തനിക്ക് അവസരമൊന്നുമില്ല, താൻ പോയേ. മേഡം അങ്ങനെ പറഞ്ഞോ? താൻ പോടോ. ഒരവസരം താനേ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. അതല്ല ഞാൻ പറഞ്ഞത്, പേയ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത്. തന്നോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും തോന്നരുത്. എന്താ മേഡം? തനിക്ക് അഭിനയിക്കാനുള്ള ഒരു കാലിബർ ഇല്ലടോ. കാലിബർ ഇല്ലെന്നോ? ഒരു ആക്ടറുടെ മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടോ, എനിക്ക് കാലിബർ ഇല്ലെന്ന്. ആക്ടറാ താനാ? തനിക്ക് ആക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഓഹോ, ആക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോന്ന് മേഡത്തിന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. A for action, C for concentration, T for timing, O for observation, R for ചൊറിയണ്ടാ? മരുന്നിന്റെ റിയാക്ഷൻ. ഈ റിയാക്ഷൻ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, മേഡത്തിന്റെ പടത്തിൽ എന്നെ അഭിനയിപ്പിക്കാതെ മേഡത്തിന് ഞാൻ വിടൂല. ഇതെന്താ ഇത്? ഇതാണ് എന്റെ റിയാക്ഷൻ. അപ്പൊ പടത്തിന് ഷൂട്ടില്ലേ? മേഡം ഒരു കെട്ടിച്ചമച്ച കഥയായതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്റെ കഥാപാത്രം കെട്ടിച്ചമച്ചതായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. എന്നാലും കുഴപ്പമില്ലല്ലേ?
ഇപ്പൊ ന്യൂജൻ അമ്മമാരല്ലേ ഉള്ളത്. അല്ല ഇന്ന് ഇവരെല്ലാവർക്കും അറ്റാക്ക് കിട്ടി. ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുവായിരുന്നു എനിക്ക് വരല്ലേ വരല്ലേ. എന്താ എനിക്ക് കൊടുക്കാട്ടിരുന്നത് നിങ്ങൾ പണി? ഉണ്ടായിരുന്നാണ് മറന്നുപോയത്. അഴിഞ്ഞാട്ടമായിരുന്നു കേട്ടോ, അഴിഞ്ഞാട്ടം രണ്ടുപേരുടെ. സൂപ്പർ ആയിരുന്നു. ഷജീറിന്റെ ആ ഒരു എന്താ പറയാ, ഒരു റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ ഇങ്ങനെ ചടി 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 റബ്ബർ. സൂപ്പർ ക്യൂട്ടായി തോന്നി. അനിയത്തി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനിയത്തി റോൾ. എനിക്ക് ഇഷ്ടപ്പെട്ട അമ്മ. എനിക്കിഷ്ടപ്പെട്ട പടത്തിന്റെ പേര് ചേച്ചി ഉള്ളതുകൊണ്ട് കെട്ടിപ്പിടിച്ച കഥയാണ്. അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനേ നിങ്ങളോട് ഈ അവസരത്തിൽ ചോദിക്കുകയാണ്, എപ്പോഴും ടെൻഷൻ ആയിട്ടുള്ള ഒരു ഇരിപ്പാണ് ആംബുലൻസിൽ ഇരിക്കാന്നുള്ളത്. പക്ഷെ ഇതുപോലെ ചിരിക്കേണ്ട എപ്പോഴെങ്കിലും അല്ലെങ്കിൽ രസകരമായ മൊമെന്റ്സ് വന്നിട്ടുണ്ടോ? ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. എൻ്റെ പേര് അനു കല്യാണി എന്നാണ്, കല്യാണി ആംബുലൻസ് സർവീസ്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എമർജൻസിയാണ് ഓടുന്നത്. അപ്പോൾ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഈ കള്ളുകൂടിയും ലഹരിയുടെ ഉപയോഗമൊക്കെ ഒരുപാട് കൂടുന്ന ആൾക്കാരെ കൂടുതലും അവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ ഞങ്ങളെ ആംബുലൻസാണ് വിളിക്കാറുള്ളത് സാധാരണ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് അത് ഭയങ്കര രസകരമായ കാര്യങ്ങളൊക്കെയാണ്. അവർ നമ്മളെ ആക്രമിക്കാൻ വരികയും നല്ല രീതിയിൽ ചീത്ത വിളിക്കും. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ കൂടി ഒരു വ്യക്തി കെട്ടിയെ കൊണ്ടുപോകും. ഇപ്പോൾ അടുത്ത ഒരു ദിവസം തന്നെ നമ്മുടെ ഒരു അടുത്ത സുഹൃത്തിനെ തന്നെയാണ് ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോകേണ്ട ഒരു അവസരം വന്നു. പുള്ളി നമ്മുടെ ചവിട്ടി നമ്മുടെ ആംബുലൻസിൻ്റെ ബാക്കിലത്തെ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ച് കളഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ചെയ്താലും പിന്നീട് നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അവരവിടെ പോയിട്ട് അവരുടെ ലഹരി ഉപയോഗമൊക്കെ നിർത്തി വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് റിസ്കിന്റെ ഇടയിൽ ചെറിയൊരു ചിരി. അതെ അതെ, ആ തെറി വിളിച്ച് ആലോചിക്കുമ്പോൾ പിന്നെ ആലോചിക്കുമ്പോൾ ഉള്ള ഒരു ചിരി, അതാണ് ആകെയുള്ളത്. അത് നമ്മൾ അവർ തിരിച്ചു വരുമ്പോൾ നമ്മളത് പറയുമ്പോൾ അവർ നമ്മളോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും മാപ്പ് പറയുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അതാ ഉണ്ടാകാറുള്ളത്. നിങ്ങളുടെ ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളിപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ നിലവിൽ പൈസ കിട്ടാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ നമ്മുടെ ന്യൂസിനകത്തൊക്കെ വന്നതാണ്, ഒരു രാത്രി ഒരു 10-10:30 ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് വണ്ടി ഇടിച്ചിട്ടിട്ട് നിർത്താതെ വണ്ടി പൊക്കളഞ്ഞു. ഇടിച്ചിട്ടെന്ന് വെച്ചാൽ ദേഹത്തൂടെ കയറി വണ്ടി. അപ്പം തലയിൽ കൂടെ കയറിയോണ്ട് നമുക്ക് മുഖമൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ അരമണിക്കൂറോളം റോഡിൽ കിടന്നിട്ട് ആരും എടുത്തുകൊണ്ട് വന്നില്ല. അപ്പോൾ നമ്മളെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഞാനും എൻ്റെ സഹോദരനാണ് രഞ്ജിത്ത്. അപ്പം ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ മോൻ ഹിരൺ ഹരീഷ് എന്ന് പറഞ്ഞാലും കൂടെ പോയി എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മുഖം തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മളിത് ആരാന്നറിയത്തില്ല. ഞങ്ങൾ രാത്രി 11:30 മുതൽ പിറ്റേന്ന് രാവിലെ 7 മണി വരെ ഈ ബോഡിയുടെ ആൾക്കാരെ തിരക്കി ഞങ്ങളവിടെ കുത്തിയിരിക്കുക. പക്ഷെ ആരും വന്നില്ല. പക്ഷെ ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ആക്സിഡന്റ് പറ്റി കിടന്ന് തൊട്ടിറമ്പി തന്നെയുള്ള ആളാണ്. അവര് ഇദ്ദേഹമാണെന്ന് തിരിച്ചറിയുന്നത് പിറ്റേന്ന് പകല് 11 മണിയായപ്പോഴാണ്. അങ്ങനെ നമ്മൾ ഇരുന്ന് അതിനകത്ത് ഒരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ ചെയ്തിട്ട് നമ്മളെ അവരൊന്ന് വിളിക്കുവോ, നമ്മളോട് പിന്നെ നിങ്ങൾ ചെയ്തത് നന്നായി എന്നൊന്ന് പറയുമോ, നമ്മുടെ അധികൃതരോ ആരും നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കത്തില്ല. അവർ നമ്മളെ തിരക്ക് പോലുമില്ല. അവർ വന്നതിന് ശേഷം അവർ ചെയ്തത് അവിടെ നിന്ന് തന്നെ വേറെ ഒരു വണ്ടി വിളിച്ച് ഈ ബോഡി വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് പൈസ കൊടുക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ ഇന്ന ആൾക്കാരാണ് കൊണ്ടുപോയെന്ന് അറിഞ്ഞിട്ട് അവർ നമ്മളോടൊരു നന്ദി വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മിക്ക ദിവസവും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്കത് പ്രശ്നമല്ല. അപ്പം നമ്മുടെ പണി തുടർന്നുകൊണ്ടിരിക്കും. ഒരു സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ അല്ലേ, ജീവൻ ഒരിക്കലും നമുക്ക് പൈസ കൊടുത്ത് നിലനിൽക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല. അപ്പൊ സോഷ്യലി കമ്മിറ്റഡ്, അവർ വളരെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ചേച്ചി കെട്ടിച്ചമച്ച കഥയുടെ ബാക്കി തീരുമാനങ്ങൾ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ കെട്ടിച്ചമച്ച ബാറ്ററി അല്ല, അതെ, റിയൽ ബാറ്ററിയാണ്. അതെ അതെ, നമുക്ക് നോക്കാം. ബാ. അതിന്റെ ഇടയിൽ പോയി ശ്രീവിദ്യനെ ഹഗ് ചെയ്യുന്നു. ഷജീറേട്ടനെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോ പുള്ളി ചെയ്തത് എത്ര കിട്ടുമെന്ന് അറിയാണ്ട് വിളിച്ചത്. ഇവിടെ നോക്കാൻ സംഭവം അതെ അതെ, മറ്റേ എന്ത് ഞരമ്പനെന്ന് പറഞ്ഞ നേരത്തെ ക്യാരക്ടറായിട്ട് മുച്ചൂട് ഞരമ്പൻ പോലും വെറുതെ വിടാത്തവരെ ഫ്ലെക്സോട് ഞരമ്പൻ. ചേച്ചി പൈസ ഇട്ട് കൊടുക്കുക ചേച്ചി. 32,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഫ്ലെക്സ് ശ്രീവിദ്യക്ക് കൊടുക്കണേന്ന്. ഫ്ലെക്സ് വീട്ടിന്റെ ഫ്രണ്ട് വയ്ക്കാൻ പുതിയ ഫ്ലാറ്റ് ശ്രീവിദ്യക്ക് കൊടുത്തേക്കണേ. കൊടുക്കാം.